എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണുവിനെയാണ് കാണിക്കുന്നത്. വേണുവിൻ്റെ രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വേണു കേട്ടാ, ഇനി എന്തായാലും നമ്മുടെ മോള് ബന്ധം പിരിയാൻ പോകുന്നതുകൊണ്ട് അവരൊന്നും ഇങ്ങോട്ട് വരില്ല എന്ന് തോന്നുന്നേ. അതൊന്നുമില്ല, നീ നോക്കിക്കോ രേവതി, അവരിങ്ങോട്ട് വരും. അതേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോളെ? അനിയുടെ മൊബൈല് എൻ്റെ അമ്മായിയമ്മ മേടിച്ചു വെച്ചതുകൊണ്ട് ദേ ആ ഫോണിലേക്ക് നന്ദു വിളിച്ചപ്പോൾ കൃത്യമായിട്ട് ഫോൺ എടുത്തത് ആ കിളവനാ. ആര്? മൂർത്തി സാറോ? അതെ. എന്നിട്ട് ആ കിളവൻ കടുത്ത തീരുമാനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നമ്മൾക്കരികിലേക്ക് എത്തും. കാരണം മോളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ തെറ്റുകാര് നന്ദുവാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് കുറ്റബോധം തോന്നി ജാനകിയോ പിന്നെ ദേവയാനിയോ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അവർ രണ്ടുപേരും വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മൂർത്തി സാറും കിളവിയും വരും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം അവരുടെ വരവിനായിട്ട്. അത് ശരിയാച്ചാ, ഞാനും കാത്തിരിക്കുക തന്നെയാണ്. എന്തായാലും ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ എനിക്കും. അവർ വന്ന് വിളിക്കുമ്പോൾ മോളെ എടി പിടിയുന്ന അങ്ങോട്ട് ഓടിപ്പോവാണ്ട. ആദ്യമൊക്കെ അവർ കുറച്ചു നേരം വിളിച്ച് ക്ഷീണിക്കട്ടെ. എന്തായാലും തെറ്റുകാരാരാന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ എല്ലാം മനസ്സിലായി കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ ഫോൺ വിളിക്കുക. അപ്പോൾ നമ്മുടെ വേണു ഫോൺ എടുക്കുക. ഹലോ, എന്താ സാറേ? എടോ, താൻ തൻ്റെ മോളെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ തീരുമാനിച്ചോ? എൻ്റെ സാറേ, ഒന്നും പറയണ്ട. അവൾ കഥ കടച്ചിരുന്ന ഏത് നേരവും ഭയങ്കര കരച്ചില. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അവൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ അനിയെ. എന്നിട്ടും അവനൊരു തുള്ളി പോലും അവളെ സ്നേഹിക്കുന്നില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ സാറേ എൻ്റെ മോൾക്ക് സമാധാനം കിട്ടുന്നത്? എടോ, അതൊന്നും ഓർത്ത് താൻ പേടിക്കണ്ട. തൻ്റെ മോളോട് താൻ റെഡിയായിരിക്കാൻ പറ. എന്തായാലും ജാനകിയോടോ ഇല്ല ദേവയാനിയോടോ അങ്ങോട്ട് വരാൻ പറയാം. അതിന് അവൾ താല്പര്യം കാണിക്കണ്ട സാറേ. എൻ്റെ മോൾക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? കുഞ്ഞു വച്ചാണെങ്കിൽ എടുത്തുകൊണ്ടൊന്ന് അവിടെ ആക്കാം. ഇതിപ്പോൾ പ്രായപൂർത്തിയായ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ നിൽക്കുക. ഈ സമയം എടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം. താൻ എന്തായാലും മോളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം. എന്താ വേണു ഏട്ടാ? എന്താ കിളവൻ പറഞ്ഞത്? മോളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എന്തായാലും നമ്മൾ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വിടും. അവരോടൊപ്പം നമ്മൾ നമ്മുടെ മോളെ വിടുന്നില്ല. മോളെ, അച്ഛനും അമ്മയ്ക്കും കുറച്ചും കൂടെ കടങ്ങൾ ബാക്കിയുണ്ട്. അത് മോക്കറിയാലോ. എനിക്ക് കിട്ടുന്ന സമ്മാനം മുഴുവനും നിങ്ങളുടെ കടം തീർത്ത് മതിയായി. എനിക്കും എൻ്റെ കാമുകനും കൂടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാ. അങ്ങനെയുള്ളപ്പോൾ എല്ലാ സ്വർണവും നിങ്ങൾക്ക് തന്ന എന്ത് ചെയ്യും? മോളെ, അങ്ങനെ പറയരുത്. നിനക്ക് തന്ന 101 പവനിൽ 60 പവനേ അച്ഛൻ്റെ കടം വീട്ടിയിട്ടുള്ളൂ. ബാക്കി കടം ഇനിയും കിടക്കുക. പിന്നെ 40 പവൻ നീ എടുത്തു വെച്ചിരിക്കുമല്ലേ? നിന്റെ കസ്റ്റഡിയിലല്ലേ? പിന്നെ എന്താ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. എനിക്കും വേണ്ടേ ജീവിക്കാൻ കുറച്ചൊക്കെ. എനിക്ക് കിട്ടുന്നത് മുഴുവനും നിങ്ങൾ തട്ടിയെടുത്ത് എങ്ങനെ ശരിയാവും? ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ പലിശക്കാരനെ ഞാൻ കഴിഞ്ഞ ദിവസത്തോട് കണ്ടതേ ഉള്ളൂ. അയാൾക്ക് ഇനിയും കുറച്ച് ലക്ഷങ്ങളും കൂടെ കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മോൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അച്ഛനൊരു കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അവിടെ നിന്ന് ആരെങ്കിലും വന്ന് വിളിക്കുമോ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വരിക. എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കരപ്പിൽ കനകയോടും ഗോവിന്ദനോടും പറയുക, ഞാൻ അനിയോട് സംസാരിച്ച അനിയുടെ വീട്ടുകാരെന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. അവനോട് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യും. ആകെ മൊത്തത്തിൽ മടുത്തു. എനിക്ക് ഈ ജീവിതം തന്നെ മടുത്തു. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ എന്നും പറയുക. അപ്പോൾ ഗോവിന്ദ്, എന്താ മോളെ, എന്തു പറ്റി? അച്ഛനറിയോ, പോലീസായിട്ട് ജോലിക്ക് കയറി അന്ന് മുതൽ തുടങ്ങിയതാ അവൻ്റെ ശല്യം കൂടുതലായി. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അവനെ ഞാൻ വഴക്ക് പറഞ്ഞ അവൻ്റെ കരണത്തിട്ടൊന്ന് കൊടുത്താ ഉടനെ അവൻ ആത്മഹത്യ ചെയ്യാൻ പോവും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ആരോടും പറയാതെ പോവും. അവനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാലോ അവൻ്റെ അമ്മയും ബാക്കിയുള്ളവരും ചേർന്ന് എന്നെ ശ്വാസം മുട്ടിക്കും. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. എന്താ മോളെ, എന്തു പറ്റി? നീ വിഷമിക്കാതെ ഒരു കാര്യം ചെയ്യ്. ഇതിനൊരു പരിഹാരം കാണാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ എത്രയും പെട്ടെന്ന് നല്ലൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരും. അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. ഇല്ലച്ചാ, എൻ്റെ ജീവിതത്തിൽ കല്യാണത്തിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. കാരണം എനിക്കിപ്പോൾ കല്യാണം വേണ്ട. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ജോലി ഏറ്റെടുത്തത്. ഈ ജോലി ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്വം വേണം, ആത്മാർത്ഥത വേണം. അതിൻ്റെ ഇടയിൽ കല്യാണവും കുടുംബവും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലച്ചാ. ആര് പറഞ്ഞു മോളെ? അതൊക്കെ നിന്റെ തോന്നല. നീ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അനി ഉറപ്പായിട്ടും നിന്നെ വിട്ടു പൊയ്ക്കോളും. ഇല്ല അച്ഛാ, എനിക്ക് തോന്നുന്നില്ല.
എന്തായാലും ഞാനിപ്പോൾ ചേച്ചിയും ചേട്ടനെയും കണ്ട് സംസാരിച്ചിട്ട് വരാം. അതും അങ്ങ് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുക. എന്തൊരു കഷ്ടമായത്, എത്ര പറഞ്ഞിട്ടും അവളൊരു കല്യാണത്തിന് സമ്മതിക്കുന്നില്ലല്ലോ കനകെ. അത് തന്നെയാ എൻ്റെയും ടെൻഷൻ. അവളാകെ സങ്കടപ്പെട്ട് നിൽക്കുക കനകെ. പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവളെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളുടെ മനസ്സല്ലേ മാറിപ്പോവും ഗോവിന്ദേട്ടാ. കാരണം ആ പയ്യൻ ഒരുപാട് ശല്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ചിലപ്പോൾ മോളും എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തുന്നിരിക്കും. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദനാകെ ടെൻഷനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് പേടിയാവുന്നുണ്ട് ഗോവിന്ദേട്ടാ. ആ ജ്യോത്സ്യൻ പറഞ്ഞ പ്രവചനം ഫലിക്കുമോന്ന്. അങ്ങനെ ഫലിച്ചാൽ പിന്നെ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ? എന്ത് ചെയ്യാൻ? വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ കനകെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനെയും നയനയുമാ. അവർ രണ്ടുപേരും കാത്തു വെക്കുമ്പോഴത്തേക്കും നന്ദു എത്തി. എന്താ മോളെ, എന്താ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ ആകെ പൊറുതി മുട്ടി നിൽക്കുക. സത്യം പറയാലോ, ഈ പോലീസ് യൂണിഫോം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയതാ. പക്ഷെ ഇപ്പോൾ എനിക്കത് ഭാരമായിട്ട് തോന്നുവായിട്ടാ. എന്തു പറ്റി? ഇത്ര പെട്ടെന്ന് പോലീസ് ജോലി മടുത്തതല്ല. ആ ജോലി ചെയ്യാൻ എനിക്കൊരു കുഴപ്പമില്ല. ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും തന്നെയാണ് ഞാൻ ആ ജോലി ചെയ്യുന്നത്. ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ എന്നെ നല്ല ബഹുമാനമായിരുന്നു, എന്നെ പേടിയായിരുന്നു. എന്നാൽ ഇപ്പം അതെല്ലാം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് കാരണക്കാരൻ അനിയ. നിങ്ങളെല്ലാവരും എന്നെ ശകാരിക്കുന്നുണ്ടല്ലോ, എന്നെ ശാസിക്കുന്നുണ്ടല്ലോ, എന്നെ വഴക്ക് പറയുന്നുണ്ടല്ലോ, എന്നെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അനിയുടെ പിന്നാലെ പോയിട്ടില്ല. അവനാ എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്. ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ വന്ന് നിന്ന് ശല്യം ചെയ്യും. എന്തിന്? ഒരു ചെക്കിങ്ങിന് റോഡിലോട്ട് ഇറങ്ങിയ അവിടെ നടു റോട്ടിൽ വന്ന് നിന്ന് അഭ്യാസങ്ങൾ കാണിക്കും. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദർശേട്ടാ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഉപദേശിക്കേണ്ടത് എന്നെയല്ല, അവനെയാണ്, ആ അനിയെ. അല്ലാതെ എന്നെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഈ ജോലി രാജിവെച്ചാലോ എന്ന് വിചാരിക്കുക എന്നും നമ്മുടെ നന്ദു അത് കേട്ടതും, എന്താ മോളെ ഇത്? എടി പിടിയെന്ന് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചേച്ചി പറയുന്നത്? എനിക്ക് പറ്റില്ല ചേച്ചി, മതിയായി, സഹി കെട്ടു. എന്തോരോന്ന് വെച്ചാൽ മനുഷ്യൻ നാണം കെടുന്നത്. എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവനെ ഞാൻ വഴക്ക് പറയുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അവനോട് ഞാൻ സ്നേഹത്തോടെ സംസാരിച്ച നിങ്ങളുടെ വീട്ടിലുള്ളവർ എന്നെ കുറ്റം പറഞ്ഞ് ശ്വാസം മുട്ടിക്കും. എനിക്കറിയില്ല സത്യം പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ആകെ വിഷമിച്ച് നിൽക്കുക. മോളെ, ജോലിയൊന്നും നീ രാജിവെക്കണ്ട. എന്തായാലും നമുക്ക് മുത്തശ്ശനോട് സംസാരിക്കാം. മുത്തശ്ശനോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോഴും എല്ലാവരും ഞാനാണ് കുറ്റക്കാരി എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കുക. സാരമില്ല, എല്ലാം എൻ്റെ തെറ്റാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ആദർശേട്ടാ, ഒരേ ഒരു സഹായം എനിക്ക് വേണ്ടി ചെയ്യാമോ? എന്താ? മുത്തശ്ശനോട് പറഞ്ഞിട്ട് എൻ്റെ ജോലി ഇവിടെ നിന്ന് മാറ്റിത്തരാൻ പറയാമോ? അത് കേട്ടതും, എന്താ മോളെ ഇത്, ജോലി മാറ്റിത്തരാനോ? അതെ ആദർശേട്ടാ, ഞാൻ ഇവിടെ നിന്നാലല്ലേ പ്രശ്നം. ഇവിടെ നിന്ന് മാറുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ദൂരേക്ക് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അനി എന്നെ തേടി വരില്ലല്ലോ. അത് കേട്ടതും, അങ്ങനെ ഒരു കാര്യം നല്ലതാ മോളെ, ഞങ്ങൾ മുത്തശ്ശനോട് പറയാം. എന്തായാലും മോള് വിഷമിക്കാതെ നടന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമെന്ന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശൻ അതിനെ നിൽക്കും. അത് കേട്ടത് നന്ദു, ഞാനിനി മടുത്തു, എനിക്ക് ഇനി അവൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ട് ഞാൻ ജോലി രാജിവെക്കുമെന്നും പറഞ്ഞുകൊണ്ട് സ്കൂട്ടറിൽ കയറി അങ്ങ് പോവുക. ഈ സമയം അവർ പോയി കഴിഞ്ഞതും നമ്മുടെ ആദർശൻ നയനയും കാറിൽ കയറി പോവുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ നയനയും ആദർശും കൂടെ അങ്ങോട്ട് വന്നു. എന്തു ചെയ്യാനാ? നന്ദുവിനാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. അപ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യങ്ങൾ പറയാൻ പോവുക. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരുന്നപ്പോൾ മുത്തശ്ശ, നന്ദുവിനൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ മോനെ? അത് നന്ദു പറയുന്നത് അവൾക്ക് ഇവിടെ നിന്ന് ദൂരത്തേക്ക് എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ വേണമെന്നാ. അത് കേട്ടതും, അയ്യോ എന്തിനാ? അത് ഗോവിന്ദനും കനകയ്ക്കും സങ്കടമാവില്ലേ? സങ്കടമൊന്നും ആവില്ല. എന്തായാലും അവൾക്ക് ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ക്വാർട്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെ അവർ താമസിക്കുമ്പോൾ അച്ഛനും അമ്മയും നന്ദു കൂട്ടിക്കൊണ്ട് പോയിക്കോളും. അവൾക്ക് ഇവിടെ നിൽക്കാൻ നല്ല സങ്കടമുണ്ട്, നല്ല പ്രയാസമുണ്ട് മുത്തശ്ശി. അനി ഏതു നേരം അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് അവൾക്ക് ശ്വാസം മുട്ടല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരാൾ ആദ്യമായിട്ട് SI ആവുമ്പോൾ നാട്ടിൽ തന്നെ ജോയിൻ ചെയ്യാൻ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. അതുകൊണ്ട് ഞാൻ ആ കുട്ടിക്ക് ആ ജോലി മേടിച്ചു കൊടുത്തത്. നയനമോളെ, നിനക്ക് സങ്കടമൊന്നുമില്ലേ? സങ്കടമൊന്നുമില്ല മുത്തശ്ശി. അനിയുടെയും അനാമികയുടെയും ജീവിതം നന്നായിട്ട് പോകണം, അത്രയേ ഉള്ളൂ. അതിന് അവൾ മാറി നിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും നയന പറയാം. എന്നാൽ പിന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ സംസാരിക്കാം എന്നും മുത്തശ്ശൻ പറയുകയാണ്. ഈ സമയം നയന ആദർശം അങ്ങ് പോവുക. ഇതെല്ലാം അനി മറഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ദൂരത്തേക്ക് പോവുകയാണെന്നോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് അനി നേരെ മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് മൊബൈൽ തേടുക. ഈ അമ്മ എൻ്റെ മൊബൈൽ എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക? കാണുന്നില്ലല്ലോ. അമ്മയുടെ മൊബൈൽ ഇവിടെ ഇരിപ്പുണ്ട്, ഇതിൽ നിന്നും വിളിക്കാം എന്നും ആലോചിച്ചുകൊണ്ട്
ഫോൺ എടുത്ത് വിളിച്ചു. പക്ഷെ നന്ദു ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാതെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ആകെ സങ്കടം. അങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചു. അയ്യോ സാറേ, സാറ് ഇങ്ങോട്ട് വരാൻ പോവുകയാണോ? അതേടോ, ഞാനും വസുന്ധരയും കൂടെ അങ്ങോട്ടേക്ക് വരാം. താൻ അനാമിക മോളോട് റെഡി ആയിട്ടിരിക്കാൻ പറ. ഞങ്ങളുടെ കൂടെ വരില്ലേ അവള്? അത് കേട്ടതും അയ്യോ സാറേ, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അതെന്താടോ, തനിക്ക് വാശിയാണോ തൻ്റെ മോളെ വിടത്തില്ലാന്ന്? അയ്യോ സാറേ, അതുകൊണ്ടല്ല സാറേ. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വെറുതെ എന്തിനാ മെനക്കെടുന്നത്? ഞാൻ എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം സാറേ. സാറും ദേ അമ്മയും പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കേട്ടോ. എന്തായാലും എനിക്ക് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. ദേ എൻ്റെ മോളെ അവിടെ ഇട്ട് എല്ലാവരും കൂടെ വേദനിപ്പിക്കുക. അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ സാറും അമ്മയും കൂടെ വരാൻ പോണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. സാരമില്ല സാറേ, ഞാൻ കൊണ്ടുവരാം. അപ്പോൾ വസുന്ധരാമ്മ ഫോൺ മേടിക്കുക. ഹലോ വേണു. ആ എന്താ അമ്മേ? എന്താ വേണു? മോളെയും കുട്ടി ഇങ്ങോട്ട് വരുമെന്നാണോ പറയുന്നേ? ആ വിടണ്ടെന്ന് വിചാരിച്ചതാ. അമ്മയും സാറും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും എൻ്റെ മനസ്സ് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആ പിന്നെ അനാമിക മോളോട് പറയണം, മോൾ ഇവിടെ വരുമ്പോൾ മോക്ക് തരാൻ ഇഷ്ടം പോലെ സമ്മാനങ്ങളുണ്ടെന്ന്. മോളെയും കാത്ത് ഒരു വലിയ സമ്മാനം മുത്തശ്ശി കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. അതൊന്നും വേണ്ടെന്നേ എന്നും വേണു. അത് കേട്ടതും അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ വന്ന 2 മരുമക്കൾക്കും ഞാൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അനാമിക മോൾക്ക് ഞാൻ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം അനാമിക മോൾക്കായിരിക്കും ഞാൻ എല്ലാം കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് വേണു അവളെ കൂട്ടിക്കൊണ്ട് വാ കേട്ടോ. ശരി, എന്നാൽ പെട്ടെന്ന് തന്നെ പോരെ. ആ ശരി സാറേ, ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാം. അനാമിക മോളെ നമ്മൾ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് സന്തോഷത്തോടെ വേണു ചാടി എഴുന്നേക്കുക. എന്താച്ചാ? അതെ ദേ ആ കിളവി എന്താ പറഞ്ഞെന്നറിയാമോ? ഇഷ്ടം പോലെ സമ്മാനം മോൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന്. സത്യമാണോ വേണോട്ടാ? പിന്നെ നമ്മുടെ മോക്ക് വേണ്ടി കൊടുക്കാൻ ഇഷ്ടം പോലെ സ്വർണ്ണം എടുത്തു വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. വിലപിടിപ്പുള്ള സമ്മാനം സ്വർണ്ണാഭരണങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നു. മോളെ പെട്ടെന്ന് പോയി റെഡിയാകും. നമ്മൾ ആഗ്രഹിച്ച അടുത്തേക്ക് കാര്യങ്ങളെത്തി. മൂർത്തി സാറും ആ കിളവയും കൂടെ നമ്മളെ വിളിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു അങ്ങോട്ട് പോകണമെന്ന്. ഇനി നമ്മൾ താഴ്ന്നു പോകണം. കാരണം കിളവൻ്റെയും കിളവിയുടെയും മുൻപിൽ താഴ്ന്നു കൊടുത്താലേ നമുക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. എന്തായാലും മോള് ചെല്ല്, പെട്ടെന്ന് റെഡിയാവും. ശരി അച്ഛാ എന്നും പറഞ്ഞ് അനാമിക റെഡിയാകാനായിട്ട് അങ്ങ് പോവുക. ഈ സമയം അനാമിക പോയി കഴിഞ്ഞാൽ വേണുട്ടാ, അപ്പോൾ ഇഷ്ടം പോലെ സ്വർണ്ണ കിളവി കൊടുക്കുമല്ലേ? പിന്നെ അല്ലാതെ ഇപ്പം ആ കിളവി എന്നോട് അതല്ലേ പറഞ്ഞത്, ഒത്തിരി സമ്മാനങ്ങൾ കൊടുക്കുന്നു. എന്നാലും ആ കിളവിയുടെ കയ്യിൽ പഴയ മോഡൽ സ്വർണ്ണങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പഴയ സ്വർണത്തിനിപ്പേ ഒടുക്കത്തെ വിലയാ. അതുകൊണ്ടാണ് ഞാനും പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അവളെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാം. ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാം. പിന്നെ മോക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ നമ്മൾ എന്തിനാ വേണ്ടെന്ന് പറയുന്നേ? അവള് മേടിച്ചോട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ കടവും വീട്ടാൻ രേവതി. നീയും ചെന്ന് റെഡിയാവും. ശരി വേണു കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. പാവാനാമിക മോള്. അവൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഈ സ്വർണ്ണമൊക്കെ എടുത്തു വെച്ചിട്ട് ഇനി എനിക്കെന്തിനാ? വയസ്സാം കാലത്ത് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്നേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എനിക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം അണിഞ്ഞുകൊണ്ട് ഞാൻ നടന്നിട്ടുമുണ്ട്. പിന്നെ അതൊക്കെ ഒരു ഭാരമായി. എടുത്തു വെച്ച് പെട്ടിയിൽ നിന്ന് എടുത്ത് നോക്കുക, അത് പെട്ടിയുടെ ഉള്ളിലാക്കി എടുത്തു വെക്കുക. അതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. സ്വർണ്ണക്കടക്കാരായ നമ്മളെ ഇങ്ങനെ പറയൂ വസുന്ധരെ. കാരണം സ്വർണ്ണക്കടക്കാർക്ക് സ്വർണത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അത് മേടിക്കാൻ വരുന്നവർക്കുണ്ടല്ലോ, അത് കിട്ടാനില്ലാത്തവർക്കുണ്ടല്ലോ ഒരുപാട് വിഷമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുക. ഈ സ്വർണം മുഴുവനും അനാമിക മോൾക്ക് കൊടുക്കണം. ഇതെല്ലാം അനാമിക മോൾക്ക് കൊടുത്ത് സന്തോഷത്തോടെ മോളെ സ്വീകരിക്കണം. അത് കണ്ടുകൊണ്ട് അനി അങ്ങോട്ട് വരിക. സ്വീകരിക്ക്. ഇത് മാത്രമല്ല, ഈ വീട്ടിലിരിക്കുന്ന എല്ലാ സ്വർണവും അനന്തപുരി തറവാടും അവൾക്ക് എഴുതി കൊടുത്ത് അവളെ 2 കൈ നീട്ടി സ്വീകരിക്ക്. വരുമ്പോൾ ഒരു പൂമാലയും കരുതി വെച്ചോ. എന്താ നിനക്ക് പ്രശ്നം? എന്താ അവളെ ഇങ്ങോട്ട് വിളിക്കണ്ടേ? അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനാ നീ. എന്നിട്ട് നിനക്കെന്താ ഒരു പുച്ഛം? എൻ്റെ മുത്തശ്ശ, വിഷപ്പാമ്പിനാണ് നിങ്ങൾ പാല് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പുച്ഛം. വിഷപ്പാമ്പാണ് ഈ വീട്ടിലുള്ളതെന്ന് അറിയാതെയാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ എന്താ പറഞ്ഞു വരുന്നത്? അനാമിക മോളെ ഞങ്ങൾ ആരും വിളിക്കണ്ടെന്നാണോ? ദേവയാനിയും ജാനകിയും ഒന്നും വിളിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കെങ്കിലും മോളെ വിളിച്ചോണ്ട് വരണ്ടേ?
ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് നീ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കായിരുന്നു. പക്ഷെ നീ തന്നെ സ്വയമായിട്ട് കണ്ടെത്തിയ പെണ്ണ അനാമിക. അങ്ങനെയുള്ളപ്പോൾ ആ കൊച്ചിനൊരു സങ്കടം വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. വേണ്ട, അനുവദിക്കേണ്ട. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ജലജയാണെങ്കിൽ രേവതിയെ ഫോൺ വിളിക്കുക. ഹലോ, എന്താ ജലജെ? ഇവിടെ ഭയങ്കര വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതെ, അനാമിക മോളെ വിളിച്ചുകൊണ്ട് വരാൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടത്തെ കാർന്നോര്. അനാമിക മോളുടെ അമ്മായിയമ്മ കേട്ടില്ല. പിന്നെ ദേവയാനി എന്ന് അവൾക്കും വരാൻ കഴിയില്ല. ഇവിടെ ആരും പോകുന്നില്ല എന്നാ പറയുന്നത്. അനാമിക മോളെ വിളിക്കാൻ അവിടേക്ക് ആരും വന്നില്ലെങ്കിൽ എന്തായാലും അച്ഛനും അമ്മയും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ തല താഴ്ത്തരുത്, കേട്ടല്ലോ? അതൊക്കെ ഞങ്ങൾ ഏറ്റു. അനാമിക മോൾക്ക് വേണ്ടി നടക്കുന്ന ചർച്ചയിലുണ്ടല്ലോ, ഇവിടെ എല്ലാവരും തോക്കും. അതുകൊണ്ട് മോളോട് തയ്യാറായിട്ടിരുന്നോളാൻ പറഞ്ഞേരെ. ശരി, എന്നാൽ ശരി ജലജ എന്നും പറയുക. ഈ സമയം ജലജ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ അബി ഇരിക്കുന്നുണ്ടായിരുന്നു. എടാ മോനെ, ഇവിടെ ഭയങ്കര വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അനാമിക ആരും വിളിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് നല്ല കാര്യമല്ലേ അമ്മേ? അതെ, അത് നല്ല കാര്യമാണ്. അവളെ ഇവിടെ നിന്ന് ആരും വിളിക്കാൻ പോയില്ലെങ്കിൽ അവൾ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമുക്കത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമയമാണ്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നമ്മൾ കരുതുന്ന പോലെ അവളെ വിളിക്കാൻ ആരെങ്കിലും പോയാലോ? അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും പോവുമോ? അതാ എൻ്റെയും പേടി. അമ്മേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ ഇവിടെ നിന്ന് ആരും പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വാശിയാവും. അങ്ങനെ വാശി കയറുമ്പോൾ ആദർശ് ചെയ്ത കാര്യങ്ങളൊക്കെ മീഡിയക്കാരുടെ മുൻപിൽ കൊണ്ടുവരാൻ അവൾ തയ്യാറാവും. അത് മാത്രമല്ല, അനി അവളോട് ചെയ്യുന്ന കാര്യമൊക്കെ മീഡിയക്കാരോട് തുറന്നു പറയാനും അവൾ തയ്യാറാവും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ളവർ നാറും. അങ്ങനെ നാറിയാൽ അനാമിക കാരണം അനന്തപുരി തറവാട് നാറിയെന്നുള്ള പേരും അവളുടെ തലയിൽ വന്ന് വീഴും. ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളല്ലേ അമ്മേ? അതെ മോനെ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്തായാലും അനന്തപുരി തറവാടിനെ ഇളക്കി മറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കണം. അതിന് അനാമികയെ ചെന്ന് കാണണം. ഞാൻ കണ്ടോളാം അമ്മേ. അമ്മ സമാധാനമായിട്ടിരിക്കെ. അനാമികയോട് ഇവിടെ നിന്ന് ആരെയും വിട്ടു പോകരുതെന്ന് ഉറപ്പായിട്ടും ഞാൻ അവളോട് പറഞ്ഞോളാം. അമ്മ എന്തായാലും ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്ക്. ശരി, ഞാനതൊക്കെ നോക്കിക്കോളാം. മോൻ ധൈര്യമായിട്ടിരിക്കും. ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ തെറ്റും ചെയ്തിട്ട് ആദർശിനെ മാത്രം ഇവിടെയുള്ളവർ തലയെ കയറ്റിക്കൊണ്ട് നടക്കുക. ഞാൻ വെറും സ്റ്റാഫ്. എനിക്കാണെങ്കിൽ 3 ബ്രാഞ്ച്, ആദർശിനാണെങ്കിൽ എല്ലാ ബ്രാഞ്ചും. എനിക്കൊരു ബ്രാഞ്ച് പോലും ഇല്ല. എല്ലാം എൻ്റെ മനസ്സിൽ പകയും പ്രതികാരമായിട്ട് കിടക്കുക. അതിനെല്ലാം ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെയും പിന്നെ ജയനെയും പിന്നെ ആദർശിനെയും നയനയുമാണ്. മോള് പറ, അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ അച്ഛൻ പറഞ്ഞതിൽ മോള് യോജിക്കുന്നുണ്ടോ? എനിക്ക് താല്പര്യമൊന്നുമില്ലമ്മേ. കാരണം അവൾ അത്രയ്ക്ക് ദുഷ്ടയാണ്. അതെ, ദുഷ്ടയായ ഒരുത്തി. പിന്നെ മുത്തശ്ശനത്തൊക്കെ അടുപ്പിച്ച് പറഞ്ഞാൽ പിന്നെ നമുക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വിളിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം മുത്തശ്ശൻ അറിയും. അതുകൊണ്ട് വിളിച്ചല്ലേ മതിയാകും അമ്മേ. അത് ശരിയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇവിടെ നടക്കുന്നത് പോലെ പല തീരുമാനങ്ങളും എടുത്തിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതും ശരിയാണ്. അറിയാലോ, അവൾ ഒരു പ്രാവശ്യം ചെയ്ത ക്രൂരത ആർക്കും സഹിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നവ്യ കുടിക്കാൻ വെച്ച പാലിൽ വിഷം കലർത്തി നവ്യയെയും നവ്യയുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചവളാ. അത് കേട്ടതും അനി ഞെട്ടി. അനി പിന്നിൽ നിന്ന് എല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി ദേഷ്യത്തോടെ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിനുശേഷം എന്തോ ഭാഗ്യം കൊണ്ട് നവ്യ രക്ഷപ്പെട്ട് ആ പാല് ദേവയാനി എടുത്തു കുടിച്ചു. ദേവയാനി ആ പാലെടുത്ത് കുടിച്ചതുകൊണ്ട് ദേവയാനിയുടെ കരള് തകരാറിലായി. അവസാനം ദേവയാനിക്ക് കരള് കൊടുത്ത് സഹായിച്ചത് ഈ നയനമോള്. ദേവയാനി തള്ളി നിർത്തിയ ഈ നയനമോള്. അങ്ങനെ ഒരുത്തിയെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല മോനെ. അതുകൊണ്ട് തന്നെ അച്ഛൻ എത്രയൊക്കെ വാശി പിടിച്ചാലും ഞാൻ അതിന് താല്പര്യം കാണിക്കില്ല. അവളും അവളുടെ അമ്മയും കൂടെ ചേർന്ന് ചെയ്ത ക്രൂരത എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കിതിനൊരു കടുത്ത തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ്. എടോ വസുന്ധരെ, എന്തായാലും ആരും പോകുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. നമുക്ക് തന്നെ പോയി വിളിച്ചുകൊണ്ട് വരാം. നമ്മളോ? അതെ, ഇവിടെ നയനമോളെ വിളിക്കാനും നമ്മൾ പല പ്രാവശ്യം പോയിട്ടില്ലേ? അതുപോലെ നമുക്ക് പോയി അനാമിക മോളെയും വിളിച്ചുകൊണ്ട് വരാം. ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയല്ലേ വേണ്ടത്.
അതുകൊണ്ട് നമുക്ക് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ മുത്തശ്ശൻ ഫോണെടുത്ത് വേണുവിനെ വിളിക്കുക. ഹലോ വേണു. എന്താ സാറേ? എടോ വേണു, ദേ ഇവിടെ തൻ്റെ മോളെ വിളിക്കാൻ ഞങ്ങൾ പലരോടും പറഞ്ഞു, ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഫോണ് കിട്ടാനുമില്ല. എന്താ ഇപ്പോൾ ചെയ്യുക? അമ്മയുടെ നമ്പർ ആയതുകൊണ്ടായിരിക്കും അവൾ എടുക്കാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം ജാനകിയാണ് കാണിക്കുന്നത്. ജാനകിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരിക. ജാനകി, എന്താ അച്ഛാ? നീ നിൻ്റെ മരുമോളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരണം. ഞാനോ? അതെ, നീ അല്ലാതെ പിന്നെ ആരാ നിൻ്റെ മരുമോളെ വിളിച്ചുകൊണ്ട് വരാനുള്ളത് ഈ വീട്ടിൽ? എൻ്റെ അച്ഛ, ഞാൻ പോയാൽ ശരിയാവില്ല. 2-3 പ്രാവശ്യം ഞാൻ പോയതാ. എന്നിട്ട് അവർ എനിക്കൊരു മര്യാദ പോലും തന്നിട്ടില്ല. അവളാണെങ്കിൽ എൻ്റെ കൂടെ വന്നിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പോയി നാണം കെടേണ്ട വല്ല കാര്യമുണ്ടോ അച്ഛാ? നിൻ്റെ അത് മരുമോളുടെ മുൻപിൽ ഒന്ന് നാണം കെട്ടുമെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തെറ്റ് ഇവിടുത്തെ പയ്യൻ്റെ മേലെയാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് വാ മോളെ. ഇല്ല അച്ഛാ, എനിക്കതിന് കഴിയില്ല. ഇവിടെ നിന്ന് അവൾ പോകാൻ കാരണക്കാരനായവർ എന്നെ വിളിച്ചുകൊണ്ട് വരട്ടെ. ഏട്ടത്തിയും ഏട്ടനും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അവരെല്ലാവരും കൂടെ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ. ഞാൻ പോവില്ല. അപ്പം നിന്റെ തീരുമാനം ഇതാണോ? അതെ, ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇതിലൊരു മാറ്റവും ഇല്ല എന്നും പറയുക. അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് പോവുക. അപ്പോൾ ദേവയാനിയും നമ്മുടെ ജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ചേട്ടാ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അനാമിക ഇങ്ങോട്ട് വരുന്നതിൽ. അവൾ ഭയങ്കര സാധന. അവളെപ്പോലെ ഒരുത്തി വീട്ടിലേക്ക് കയറി വരാതിരിക്കുന്ന നല്ലത്. എന്ത് ചെയ്യാനാ? ഇപ്പോൾ നമ്മുടെ കുടുംബം എന്ത് സന്തോഷമുള്ള കുടുംബമായിരുന്നു. എന്ന് സന്തോഷം, ആട്ടവും പാട്ടും ഡാൻസും ചിരിയും കളിയും ഒക്കെ ആയിട്ട് സന്തോഷം നിറഞ്ഞ ഈ കുടുംബത്തിൽ എല്ലാ സമാധാനവും പോയല്ലോ ദേവയാനി. ഈ സമാധാനക്കേടൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. പ്രത്യേകിച്ച് അച്ഛന് അസുഖം വന്നതോടുകൂടെ ഒരുപാട് സമാധാനം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ വരിക. ജയ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാ വന്നത്. എന്താ അച്ഛാ എന്നും ചോദിക്കുകയാണ് നമ്മുടെ ജയൻ. അത് പിന്നെ അനാമിക മോൾ ഇവിടെ നിന്ന് പോയിട്ട് 2-3 ദിവസമായി. എന്തായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ ഇപ്പോൾ മോൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തേ മതിയാകും. അനിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അനി നന്ദുവിൻ്റെ പിന്നാലെ പോകുന്നത് ഒരിക്കലും ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ അവള് അവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അനന്തപുരിയിൽ വന്നു കയറിയ മരുമക്കളാരും തമ്മിൽ പിരിഞ്ഞ് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മോള് ഒരു കാര്യം ചെയ്യും മോളെ. മോളും നീയും കൂടെ ചെന്ന് അനാമിക മോളെ വിളിച്ചുകൊണ്ടുവാ. അത് കേട്ടതും അച്ഛാ, അവള് അഹങ്കാരം പിടിച്ചു പോയതല്ലേ. അനിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അനാമികയുടെ ഭാഗത്തും തെറ്റുണ്ട്. അവള് കണ്ട പയ്യന്മാരുടെ കൂടെ ചുറ്റി കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ ദേവയാനി, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ്. അത് തെറ്റായിട്ട് കാണണ്ട. അത് ഫ്രീഡമാണ്. ന്യൂ ജനറേഷൻ പിള്ളേരെ എങ്ങനെയാ? അവര് പഴയതുപോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവരല്ല. പറന്നുല്ലസിച്ച് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും ഒക്കെ ജീവിക്കുന്നവരാ. ജീവിതം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നവരാ. അങ്ങനെയുള്ളപ്പോൾ അനാമിക ഒരു പയ്യൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നു എന്ന് കരുതി അതിനെ തെറ്റായിട്ട് കാണണ്ട. നമ്മുടെ പയ്യൻ നന്ദുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, അത് തെറ്റല്ലേ? അങ്ങനെയുള്ളപ്പോൾ അനാമികയെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടോണ്ട് ജലജ വന്ന് അവരുടെ പിന്നിൽ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഇത് പറയുക. ഒരു കാര്യം ഞാൻ പറയാം. എന്തായാലും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതൊന്നും ഞങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷെ അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കാര്യം മാത്രം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അച്ഛാ. കാരണം ഒരിക്കലും അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വരാൻ എനിക്ക് കഴിയില്ല. അനാമികയെ വിളിച്ചുകൊണ്ടൊന്ന് അനിയെ വിഷമിപ്പിക്കാൻ. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് വസുന്ധരെ ഞാൻ പറയുന്നത് കേൾക്കില്ല എന്നാ. അച്ഛൻ എന്തു പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും എനിക്ക് അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വരാൻ കഴിയില്ല അച്ഛാ എന്നൊക്കെ പറയാണ്. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ആലോചിക്കുക, ഇനി വസുന്ധര നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ജയൻ, അച്ഛനും അമ്മയും ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് പോയി അവരെ വിളിക്കരുത്. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ പറയണ്ട, കേട്ടല്ലോ? നിനക്ക് പോകാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞില്ലേ? ഇനി കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വാ വസുന്ധരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വസുന്ധര അമ്മയും മുത്തശ്ശനും അങ്ങ് പോയി. ഈ സമയം എന്തൊരു കഷ്ടമായത്. എത്ര പറഞ്ഞിട്ടും അച്ഛന് മനസ്സിലാവുന്നില്ലല്ലോ ദേവയാനി. അതെ, അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ പിന്നെ ഇവിടെ എന്ത് നടക്കുമെന്നറിയില്ല. അനാമികയെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവും. അച്ഛനും അമ്മയും പോയി അവിടെ തല താഴ്ത്തുന്നത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ജയൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ദേവയാനിയും ഓരോന്ന് ആലോചിക്കുക. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അച്ഛനും നമ്മളോട് ദേഷ്യമായല്ലോ ചേട്ടാ. അതെ, അത് സാരമില്ല. എന്തായാലും അനാമികയെ പോലെ ഒരുത്തിയെ ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ തീരുമാനിച്ചിട്ടില്ല. അവള് കള്ളിയാ, ക്രിമിനലാ, ഈ കുടുംബത്തിലുള്ള എന്നെ കൊല്ലാൻ നോക്കിയവളാ. അങ്ങനെയുള്ളപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കൊന്നും നേടാനില്ല. എന്തായാലും അവൾ നോക്കട്ടെ അച്ഛൻ വിളിച്ച വരുമോന്ന്. വരരുത്, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജയനാണെങ്കിൽ ആകെ അവൾക്ക് ഇഷ്ടം പോലെ സ്വർണം മേടിച്ചു കൊടുത്തോ, എനിക്ക് ഒരു സങ്കടവും ഇല്ല. പക്ഷെ അവസാനം കരയേണ്ടി വരരുത്. എന്തൊക്കെ ഇവനീ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ മോനെ, എന്താണെങ്കിലും തെളിച്ചു പറ എന്ന് മുത്തശ്ശിയും ചോദിക്കുക. ഈ സമയം ഇവിടെ അന്നൊരു വലിയ ആപത്ത് സംഭവിച്ചു. ഏട്ടത്തെ കാച്ചിവെച്ച പാലെടുത്ത് കുടിച്ച് വലിയമ്മ ആശുപത്രിയിലായി. വലിയമ്മയുടെ കരള് പോയി. അതെങ്ങനെയാണെന്ന് മുത്തശ്ശിനും അറിയോ? ആ പാലിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടത് വസുന്ധരാമൻ ഞെട്ടി. വിഷമോ എന്നും ചോദിച്ചുകൊണ്ട് വസുന്ധരാമ ഇരുന്നോടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. അതെ, വിഷം. ആ പാലിൽ വിഷം കലർത്തിയത് കൊണ്ടാണ് വലിയമ്മയുടെ കരള് ഇല്ലാതായത്. കരള് തകരാറിലായി വലിയമ്മ സീരിയസ് ആയി ആശുപത്രി കിടന്നത്. പക്ഷെ എങ്ങനെ, അതാര് ചെയ്തു എന്ന് മുത്തശ്ശൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക. വേറെ ആരും, നവ്യടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലാനായിട്ട് അനാമികയും അവളുടെ അമ്മയും കൂടെ ചേർന്നാണ് ഏട്ടത്തി കാച്ചിവെച്ച പാലിൽ വിഷം കലർത്തിയത്. ഏട്ടത്തി പാല് കാച്ചുമ്പോൾ അതെല്ലാം നോക്കി നിന്ന് രണ്ടെണ്ണവും ഏട്ടത്തിയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ അതിനകത്ത് വിഷം കലർത്തി. നവ്യടത്തി കുടിക്കുമെന്ന് കരുതിയ അവരത് ചെയ്തത്. പക്ഷെ തകരാറിലായത് എൻ്റെ വലിയമ്മ ആ പാലെടുത്ത് കുടിക്കുകയും അവസാനം വലിയമ്മ സീരിയസ് ആയി ആശുപത്രിയിൽ കിടക്കുകയും കരള് തകരാറിലാകുകയും ചെയ്തു. കരള് മാറ്റിവെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വലിയമ്മയുടെ അതേ ഗ്രൂപ്പ് AB പോസിറ്റീവ് തന്നെയാണ് അനാമികയ്ക്കും. അവൾക്ക് കരള് കൊടുത്ത് സഹായിക്കായിരുന്നു. അവൾ ചെയ്ത കുറ്റം ചെറിയൊരു കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ, അവളത് ചെയ്തിരുന്നെങ്കിൽ അവളെ ഞാനിന്ന് ഒരിത്തിരിയെങ്കിലും സ്നേഹിച്ചാനായിരുന്നു. പക്ഷെ അവളത് ചെയ്തില്ല. ആ കുറ്റബോധം പോലും ഇല്ലാതെ അവൾ മാറി നിന്നു. വലിയമ്മയുടെ കരള് തകരാറിലാവാൻ കാരണക്കാരിയായവൾ അവസാനം വലിയമ്മ തള്ളി പറഞ്ഞ ഏട്ടത്തി തന്നെ വലിയമ്മക്ക് കരള് ദാനം ചെയ്തു. എല്ലാത്തിനും കാരണക്കാരി അവളാ. ഇന്നലെ പാലില് വിഷം കലർത്തി. നാളെ നമ്മളെ കൊല്ലാൻ ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു? ഒരു കൊലപാതകിയുടെ മനസ്സുള്ള രണ്ടെണ്ണത്തിയ അച്ഛൻ ഈ വീട്ടിലേക്ക് കയറ്റാൻ പോകുന്നത്. അതുകൊണ്ട് മുത്തശ്ശ സൂക്ഷിച്ചോ. ഇതെല്ലാം വാരിക്കോരി കൊടുത്ത് സന്തോഷിപ്പിച്ച് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എനിക്കത്രേ പറയാനുള്ളൂ എന്നും പറയാ. നീ പറയുന്നതൊക്കെ സത്യമാണോടാ? ഇതൊന്നും ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്കിത് അറിയാനും പാടില്ലായിരുന്നു. ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വലിയമ്മയോടും വലിയച്ഛനോടും അവളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലേ? എന്നിട്ട് അവർ കേട്ടില്ലല്ലോ. അതിൻ്റെ കാരണം ഇതാ. കാരണം അവർ സംസാരിക്കുന്നത് ഞാൻ മറഞ്ഞു നിന്ന് കേട്ടതാ. അങ്ങനെയുള്ളപ്പോൾ എനിക്കിത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയണമെന്ന് തോന്നി. മുത്തശ്ശന് വലിയൊരു രോഗം ഉള്ളതുകൊണ്ട് അവരത് പറയാതെ മാറ്റി നിർത്തിയിരിക്കുമായിരുന്നു. എന്തായാലും മുത്തശ്ശ, ഞാൻ പറയുന്നത് സത്യമാണ്. മുത്തശ്ശൻ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ അത് വേറെ വലിയ പ്രശ്നമായിട്ട് തന്നെ മാറും. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. നീ വലിയ കഥാകൃത്തും കവിത എഴുത്തുകാരനും ആയതുകൊണ്ട് കഥ ഉണ്ടാക്കിയതാണെങ്കിലോ മുത്തശ്ശൻ ഇപ്പം തന്നെ ചെന്ന് ചോദിക്ക്. ഈ വിഷയം ഇവിടെ നമ്മൾ 3 പേരും മാത്രമേ അറിയാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇതറിയാം. അതുകൊണ്ട് പോയി ചോദിക്കും മുത്തശ്ശ. അനാമിക എന്ന് പറയുന്ന പെരുങ്കള്ളി നവ്യടത്തിയെ കൊല്ലാൻ പാലിൽ വിഷം കലർത്തിയോ ഇല്ലയോ എന്ന് പോയി ചോദിക്കേ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ കുടുംബത്തിലുള്ള 2 പേരില്ലാതായാനായിരുന്നു. അവരത് കുടിച്ചിരുന്നെങ്കിൽ. പക്ഷേ കുടിക്കാതെ വലിയമ്മ എടുത്ത് കുടിച്ചു. വലിയമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടു പോയാനായിരുന്നു. ഏട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ. അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിക്കേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന്. വാട വസുന്ധരെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ താഴേക്ക് ചെന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തി. ആ സമയം ജാനകിയും ജലജയും അവിടെ ഇല്ല. അജയനും ജയനും പിന്നെ ആദർശും നയനയും ഒക്കെ ഉണ്ട്. അതെ, ഇവിടെ ഇപ്പോൾ ഈ കുടുംബത്തിൽ ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളും ആരും എന്നോട് പറയാറില്ല. എനിക്ക് വലിയ അസുഖം വന്നതുകൊണ്ട് എല്ലാവരും എന്നെ സങ്കടപ്പെടുത്തരുതെന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. ഈ കുടുംബത്തിലെ കാരണവരായ സ്ഥിതിക്ക് എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം. പക്ഷെ എല്ലാ ഉത്തരവാദിത്തോടു കൂടെയും തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാം. തിരുവോണ ദിവസം എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയെന്ന് നയനമോൾ എല്ലാവരോടും വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. പിന്നെ അനാമികയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ആരും തയ്യാറാകാത്തത് എന്താണെന്ന് എനിക്കറിയണം. അച്ഛാ, അത് പിന്നെ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ട. ഞാൻ ചോദിക്കുന്നതിന് മാത്രമുള്ള ഉത്തരം തന്നാൽ മതി. എടോ വസുന്ധരെ, എൻ്റെ അസുഖം മാറി, തനിക്കറിയാലോ? അറിയാം. അങ്ങനെയുള്ളപ്പോൾ ഇനി ഈ വീട്ടിൽ നടക്കുന്ന ഒരു വിഷയവും എന്നോട് ആരും മറച്ചു വെക്കണ്ട.
ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം നിങ്ങളെല്ലാം തന്നേ മതിയാകും. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ എന്നോട് മറച്ചു വെക്കുന്നുണ്ട്. അതിൽ നടന്ന ഏറ്റവും വലിയ കാര്യം എന്നോട് പറഞ്ഞേ പറ്റൂ. അത് കേട്ടതും അച്ഛനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്നും ദേവയാനിയും ജയനും പറയുക. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ അവരെ രണ്ടുപേരെയും തുറിച്ചു നോക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നയനയും ആദർശം ഞെട്ടലോടെ നിൽക്കുക. അപ്പോഴേക്കും ദേ വരുന്നു അനാമികയുടെ കാറിൽ നിന്നും അവർ 3 പേരും ഇറങ്ങി ഭയങ്കര സന്തോഷത്തോടെ കൈ നിറയെ സ്വർണ്ണാഭരണങ്ങളും കിട്ടുമെന്നുള്ള ആകാംക്ഷയോടെ തുള്ളിച്ചാടി വരികയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു